വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽപ്പെട്ടവർക്ക് കൈത്താങ്ങായി തൃശൂർ എളവള്ളി ശ്രീനാരായണ ഗുരുമന്ദിരം വടക്കുംഭാഗം പൂരാഘോഷ കമ്മിറ്റി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 25,000 രൂപ കൈമാറി. തുക പൂരാഘോഷ കമ്മിറ്റി സെക്രട്ടറി ടി.വി. ഹരിദാസിൽ നിന്നും മുരളി പെരുന്നെല്ലി എം.എൽ.എ ഏറ്റുവാങ്ങി. കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ തൃശൂർ ജില്ലാ പ്രവർത്തക കൺവെൻഷൻ ചാവക്കാട് സംഘടിപ്പിച്ചു. അധിക പ്രവൃത്തി ദിനങ്ങൾ പിൻവലിച്ച ഹൈക്കോടതി ഉത്തരവിനെ ഫെഡറേഷൻ സ്വാഗതം ചെയ്തു. സംസ്ഥാന ജനറൽ സെക്രട്ടറി എം.എ. ലത്തീഫ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ പെരുവല്ലൂർ ശ്രീ കോട്ടുകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണവും അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും നടത്തി. ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മേൽശാന്തി അരുൺകുമാർ എമ്പ്രാന്തിരിയുടെ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകളും നടന്നു. തൃശൂർ പാറളം പഞ്ചായത്തിലെ കസ്തൂർബ അംഗനവാടി നാടിന് സമർപ്പിച്ചു. അംഗനവാടി നിർമ്മിച്ചത് നാട്ടിക നിയോജക മണ്ഡലം എം.എൽ.എയുടെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്നും 25 ലക്ഷം രൂപ വിനിയോഗിച്ച് എം.എൽ.എ. സി മുകുന്ദൻ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു. ആലപ്പുഴ കൊല്ലക്കടവ് ഗവൺമെന്റ് മുഹമ്മദൻ ഹൈസ്കൂളിൽ സോഷ്യൽ സർവീസ് സ്കീമിന്റെ ആഭിമുഖ്യത്തിൽ സേവനം സഹജീവനം ദ്വിദിന ക്യാമ്പ് ആരംഭിച്ചു. മാവേലിക്കര വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ ഷേർലി ടി.എസ്. ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വിദ്യാലയം എന്നാൽ എന്താണെന്നും വിദ്യാലയത്തിലുള്ള കുട്ടികൾ എങ്ങനെയുള്ളവർ ആയിരിക്കണമെന്നും കുട്ടികളെ ബോധവാന്മാരാക്കി. പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. തൃശൂർ ജില്ലയിലെ കോടതികളിൽ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി തൃശൂർ സിറ്റി ജില്ലാ പോലീസിന്റെയും തൃശൂർ റൂറൽ ജില്ലാ പോലീസിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഏകദിന പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. പരിപാടി തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഇളങ്കോ ആർ ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ വിവിധ പോലീസ് സ്റ്റേഷനുകളിലെ ഉദ്യോഗസ്ഥർ പങ്കെടുത്തു.